നമ്മളിപ്പോൾ കാണുന്നത് പാലക്കാട് ജില്ലയിൽ മംഗൾ ഡാം സ്വദേശിയായിട്ടുള്ള ഉണ്ണിക്കണ്ണനാണ്. അദ്ദേഹം നടൻ ദളപതി വിജയുടെ വലിയൊരു ആരാധകനാണ്. അദ്ദേഹത്തിന് ആ നടനെ കാണുകയും സിനിമയിൽ അദ്ദേഹത്തിനോടൊപ്പം ഒന്ന് അഭിനയിക്കുകയും ചെയ്യേണ്ടത് വലിയൊരു ആഗ്രഹമാണ്. അത് നേരത്തെ ഒന്ന് രണ്ട് പ്രാവശ്യം രാഷ്ട്രീയ പ്രസ്ഥാനം തുടങ്ങുന്നതിനുള്ള ബന്ധത്തിൽ അദ്ദേഹം തമിഴ്നാട്ടിൽ പോയിരുന്നു, പലരോടും പറഞ്ഞു. പക്ഷേ ആരും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒന്നും സാധിച്ചു കൊടുത്തില്ല. രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും 600 കിലോമീറ്റർ താണ്ടി മംഗൾ ഡാമിൽ നിന്ന് മദ്രാസിലേക്ക് അദ്ദേഹം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമാണ് നടൻ വിജയനെ കണ്ടിട്ട് വിജയനോടൊപ്പം സിനിമയിൽ ഒരു വേഷം ചെയ്യുക എന്നുള്ളത്. അദ്ദേഹം നടൻ വിജയുടെ വീടിന് മുമ്പിലൊക്കെ പോയി നിന്നിട്ടുണ്ട്. അത് ഒരുപാട് പേരും അങ്ങനെ പോയി നിൽക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും നടൻ വിജയൊന്നും ആരെയും വന്ന് കാണാൻ കഴിയില്ല. കാരണം ആ നടൻ വലിയൊരു ആളാണ്, തമിഴ്നാട്ടിലെ തന്നെ വലിയൊരു ആളാണ്. അതുകൊണ്ട് പെട്ടെന്ന് ആരെങ്കിലും വരുമ്പോൾ വന്ന് കാണാനൊന്നും ആ നടന് പറ്റില്ല. പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ റോട്ടിലൂടെ നടക്കുന്ന ഒരാൾക്ക് വന്ന് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്ന രീതിയിലല്ല സിനിമയുടെ കാസ്റ്റിംഗ് നടക്കുന്നത്. സിനിമയിൽ ഒരാൾ വേഷം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ കലാകാരനായിരിക്കണം, അല്ലെങ്കിൽ സിനിമാ കുടുംബത്തിൽ ജനിച്ചവനായിരിക്കണം. സിനിമാ കുടുംബത്തിൽ ജനിച്ച ആളുകൾക്ക് അത് കുഴപ്പമില്ല, അവരുടെ മക്കൾക്കും വേണ്ടപ്പെട്ടവർക്കൊക്കെ സിനിമയിൽ മുഖം കാണിക്കാനായിട്ട് പറ്റും. അതല്ലാത്ത ആളുകൾക്ക് അവർ വെച്ചിരിക്കുന്ന ക്രൈറ്റീരിയ കലാമണ്ഡലത്തിലൂടെ കയറി വരിക എന്നുള്ളതാണ്. ശുപാർശയിലൂടെ ഒന്നും ആർക്കും മെഗാസ്റ്റാർ വിജയുടെ കൂടെ അഭിനയിക്കാനോ അതിനടുത്ത് വന്ന് നിന്ന് സിനിമയിൽ മുഖം കാണിക്കാനോ സാധ്യമല്ല. മലയാളം സിനിമയിൽ അത് സാധ്യമല്ല. പിന്നെ തമിഴ് സിനിമയിൽ എങ്ങനെ സാധ്യമാവും? അതൊരിക്കലും നടക്കില്ല. അത് പ്രവൃത്തിപഥത്തിൽ എത്തിക്കാൻ പറ്റാത്ത ഒരു യൂട്ടോപ്യൻ തത്വശാസ്ത്രമാണ്. അത് ഉണ്ണിക്കണ്ണന് അത് അറിയാത്തത് കൊണ്ടാണ്. ആരോഗ്യത്തിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അതായത് വിജയണ്ണനെ കാണുമെന്നും അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമെന്നും. സിനിമ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ, പുറമേയുള്ള ആളുകൾ ചിന്തിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പുറമേ നോക്കുമ്പോൾ അത് വളരെ എളുപ്പമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അവസരത്തിന് വേണ്ടി അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് വളരെ കട്ടിയുള്ള ഒരു വിഷയമാണ്. കലാകാരന്മാർക്ക് മാത്രമേ സിനിമയിൽ മുഖം കാണിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ശുപാർശയിലൂടെ ആർക്കും ഒരിടത്തും ഒരു മുഖവും കാണിക്കാനായിട്ട് കഴിയില്ല. അതാണ് ഇതിൻ്റെ വസ്തുത.